Hi all. So today we are going to start the fourth module. Fourth module is related with another type of a data structure, that is tree and a graph. First fourth മോഡ്യൂളിനെ രണ്ട് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് ഹാഫ്സിനകത്ത് ട്രീയും സെക്കൻഡ് ഹാഫിനകത്ത് ഗ്രാഫും ആണ് വരുന്നത്. അതിനകത്ത് ട്രീനകത്ത് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദി നൊട്ടേഷൻസ് ആൻഡ് ടേംസ് ആർ ദെയർ ഇൻ ദ ട്രീസ്. അപ്പോൾ ആ ടേംസിനെ പറ്റി പഠിക്കണം. ആൻഡ് ഓൾസോ ബൈനറി ട്രീ എന്താണെന്ന് പഠിക്കണം. ഈ ട്രീയിൽ വരുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് നോർമൽ ലിങ്കഡ് ലിസ്റ്റ് അല്ലെങ്കിൽ അറേ ചെയ്തതുപോലെ തന്നെ വി ക്യാൻ ഏബിൾ ടു search an element from the tree and also delete an element. We can able to insert an element. Such kind of an operations is also available in this tree. So പിന്നെ നമ്മൾ എങ്ങനെ ഒരു ബൈനറി ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യും? വി ക്യാൻ ഏബിൾ ടു റെപ്രസെൻറ്റ് ദ ബൈനറി ട്രീ ഇൻ ടു ടു വേ. ദാറ്റ് മീൻസ് വൺ യൂസിങ് ദി അറേ ആൻഡ് അനദർ വൺ യൂസിങ് ദി ലിങ്കഡ് ലിസ്റ്റ്. അറേ യൂസ് ചെയ്തും ലിങ്കഡ് ലിസ്റ്റ് യൂസ് ചെയ്തും എനിക്ക് ബൈനറി ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാക്ക് യൂസിങ് ലിങ്കഡ് ലിസ്റ്റ് പഠിച്ചില്ലേ? നമ്മൾ ലിങ്കഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതേമാതിരി വി ക്യാൻ ഏബിൾ ടു ഇംപ്ലിമെൻറ്റ് ദ ബൈനറി ട്രീ ഓർ വി ക്യാൻ റെപ്രസെൻറ്റ് ദ ബൈനറി ട്രീ യൂസിങ് അറേ ആൻഡ് ഓൾസോ ലിങ്കഡ് ലിസ്റ്റ്. പിന്നെ വരുന്നതാണ് ട്രീ ട്രാവേഴ്സൽ. ട്രീ ട്രാവേഴ്സിനകത്ത് ഇറ്റ്സ് വൺ ഓഫ് എൻ ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. അതിനകത്ത് വരുന്നതാണ് ട്രീയിൽ എങ്ങനെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്ത് ഒരു നോഡിനെ കണ്ടുപിടിക്കാം. ഇൻ ഓർഡർ ട്രാവേഴ്സൽ, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ട്രാവേഴ്സൽ ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത് ഒരു കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ വെച്ചിട്ട് മാത്രമേ എനിക്ക് ബൈനറി ട്രീയിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പോസിബിൾ ആയിട്ട് വരും. അത് ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞൊരു ട്രീ തന്നെയുണ്ട്. അതിനകത്ത് സർട്ടൻ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തും ഇതേപോലെ ഓപ്പറേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് ഡയറക്റ്റ് നമുക്ക് ടേംസിനകത്തേക്ക് പോകാം. അത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രീ. അപ്പോൾ ട്രീ എന്താണെന്ന് നമുക്കറിയണം അല്ലേ? അപ്പോൾ ട്രീ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അറേ അല്ലെങ്കിൽ ലിങ്കഡ് ലിസ്റ്റ് പോലെയുള്ള നമുക്ക് ഡേറ്റാസിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഓക്കെ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ട്രീ ഡേറ്റ സ്ട്രക്ചർ ഇസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ. അതല്ലെങ്കിൽ നമ്മളിവിടെ നോഡ്സ് എന്ന് പറയും. ട്രീയിൽ വരുന്ന ട്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ഇതേ മാതിരിയാണ് ട്രീ ഇരിക്കുന്നത്. അപ്പം ഈ ട്രീയിൽ വരുന്ന നമ്മൾ ഡേറ്റാസിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു നോട്ട്സിനകത്തേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രീ കൺസിസ്റ്റിങ്സ് ഓഫ് സെവറൽ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ABCD അപ് ടു K എന്ന് പറയുന്നത് ഓരോ നോട്ട്സാണ്. ഓക്കെ, so tree data structure is a collection of data or node which is organized in a hierarchical structure. Okay, ഇതെന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് റിക്കേഴ്സീവാണ്. ഇത് ഇതേ പാറ്റേണിൽ എന്ത് ചെയ്യും, താഴേക്ക് റിക്കേഴ്സീവായിട്ട് പോകുന്നുണ്ട്. ഇനി ഇൻ ട്രീ ഡേറ്റ സ്ട്രക്ചർ എവറി ഇൻഡിവിജ്വൽ എലമെൻറ്റ് ഇസ് കോൾഡ് ആൻ നോഡ്. ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നോഡ് എന്നാണ് വിളിക്കുന്നത്. Node in a tree data structure stores the actual data of that particular element and link to the next element in a hierarchical structure. Okay, that means a tree is a collection of a node, and in each and every node an actual element or a particular element is stored in that node nagathu store ചെയ്തിട്ടുണ്ടായിരിക്കും. And we have a link to the next element also. That link is always a edge. Link is represented using an edge. So this shows that A and B is having a relationship. A is a root node and B is the child of A. Okay, അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അത് പഠിക്കും താഴേക്ക്. So next one is what are the tree terminologies. We have to get an idea about the tree terminologies. First one is root. In a tree, if we are representing data using a tree, we have to, there will always a root node. Okay, ഒരു root node ഉണ്ടായിരിക്കും. So in a tree data structure, the first node is called a root node എന്ന് വിളിക്കും. So every tree must have a root node. Root node ഇല്ലാത്ത ഒരു ട്രീ നമുക്ക് ഉണ്ടാവില്ല. So every tree must have root node. So root node is the origin of a tree data structure ആണല്ലോ. And also in any tree there must be only one root node. ഏത് ട്രീ എടുത്താലും there will be only one root node ഉണ്ടാവുള്ളൂ. Okay, so next one is edge. So if I am
giving you this tree data structure. Which is the root node? Definitely A is the root node. And also root node ആകുമ്പോൾ ഒരു എഡ്ജസും എയിനകത്തേക്ക് ഇൻസേർട്ട് ആവുന്നില്ല, ഇതിനകത്തേക്ക് ഔട്ട് സൈഡിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അതായത് ഇതിനകത്ത് ഇൻ ഡിഗ്രികളൊന്നും കാണില്ല എന്ന് പറയും. ഓക്കെ, ഇൻ ഡിഗ്രികളൊന്നും കാണുന്നില്ല. ബട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് ഔട്ട് ഡിഗ്രീസ് ഉണ്ടാകും. ഓക്കെ, so in a tree, next terminology is edge. In a tree data structure, the connecting link between two nodes is called as edge. In a tree with n number of nodes, illa oru tree laanengil, there will be maximum of how many edges? n-1 edges will be there. So let's analyze this graph. This graph consists of how many nodes? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. This graph consists of 11 nodes. Maximum how many number of edges are possible in this particular graph? If it consists of 11 nodes, definitely 10 maximum edges can be possible in this particular graph. ഓക്കെ, സോ നമുക്ക് കൗണ്ട് ചെയ്യാം. ഇതിപ്പോൾ കംപ്ലീറ്റ് അല്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ്. 1, 2, 3 നമ്പർ ഓഫ് എഡ്ജസ് ആ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സോ ദിസ് കൺസിസ്റ്റ് ഓഫ് മാക്സിമം ഓഫ് 10 എന്താണ് എഡ്ജസ് ഉണ്ട്. ആൻഡ് 11 നോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇറ്റ് മസ്റ്റ് ഹാവ് 11 minus 1, n is equal to 11. So 11 minus 1, 10 number of edges. So in a tree data structure, the connecting link between any two nodes is called as edge. In a tree with n number of nodes, there will be a maximum of n-1 number of edges. You have to note down this point, that is maximum എത്ര വരാൻ പാടുള്ളൂ? n-1 number of edges. Next one is parent. Parent is in a tree data structure, the node which is predecessor of any node. ഒരു നോഡിൻ്റെ predecessor ആയിട്ട് ഏത് നോഡ് വന്നാലും that is actually the parent of that node എന്ന് വിളിക്കാം. Okay, so parent node can be defined as the node which has child or children. ഒരു നോഡിന് ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ നോഡിനെ പാരന്റ് നോഡ് എന്ന് വിളിക്കാം. See here, A is having 2 child. Okay, that means B and C. 2 children, that is B and C. So A is a parent node. If I am considering B is also a parent node because it have the children D, E and F. So when you are considering I, J or K, it does not have any kind of child. ille oru child illa. So we can say that this I, J and K is not a parent node. And also F, D is also not a parent node. And also H ഒരു പാരൻ്റ് അല്ല, F ഒരു പാരൻ്റ് അല്ല, D ഒരു പാരൻ്റ് അല്ല. But E, I and J, K is also not parent. So rest of all other nodes are parents because they have their own children. Okay, so A is a parent, B is a parent, C is a parent, E is a parent and G is a parent. Next one is child. In a tree data structure, the node which is descendant of any node is called as child. Descendant ആയിട്ട് വരുന്ന ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിന് ഡിസെൻഡൻ്റ് ഉണ്ടെങ്കിൽ അത് ചൈൽഡ് എന്ന് പറയും. So if I am considering A, B and C are the descendants of A. That means B and C are the children of A എന്ന് വിളിക്കാം. In a tree, any parent node can have any number of child node. ഒരു ട്രീ, ഞാനിപ്പോൾ ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റേ പറയുന്നുള്ളൂ, അതിൻ്റെ മുന്നിൽ ഞാനൊരു വാക്കും ചേർക്കുന്നില്ല. ഓക്കെ, ഐ ഡിഡൻറ്റ് ഇൻക്ലൂഡ് എനി കൈൻഡ് ഓഫ് വേർഡ് ബിഫോർ ദ ട്രീ. ഐ ജസ്റ്റ് മെൻഷൻ സിംപ്ലി ട്രീ. ഓക്കെ, ഇൻ എ ട്രീ any parent node can have any number of child nodes. Any parent can have any number of children. Let it be 8, 9, 10, 2, 0, any number of nodes can be called as a tree. So in a tree, a parent node can have any number of child nodes. In a tree, all the nodes except root are child nodes. ഒരു ട്രീയിൽ എല്ലാ നോട്ട്സുകളും എന്താണ്? ചൈൽഡ് നോഡാണ്. ബട്ട് റൂട്ട് എന്ന് പറയുന്നത് വി കനോട്ട് ഏബിൾ ടു സേ ദാറ്റ് ഇറ്റ് ഇസ് എ ചൈൽഡ്. ഇത് ചൈൽഡാണോ ആരുടെയെങ്കിലും? നോ, ദിസ് ഇസ് ദി root node. So root node, I cannot able to say that this root node is a child node. Rest of all other nodes are child nodes. Next, siblings.
In a tree data structure, nodes which belong to same parent are called siblings. In simple word, the nodes with the same parent are called sibling nodes. So if I am considering B and C are the siblings. Okay, because B and C are the children of A. So I can say B and C are siblings. Can you able to say this? D and H are siblings? Definitely no. D and H are belongs to two different parents. Okay. But D and F, I can say that these two nodes are the siblings of B എന്ന് പറയും. Okay. Next one is leaf or terminal nodes. In a tree data structure, the node which does not have a child is called a leaf node. Okay. So if I am considering D, F, H, I, J and K, these nodes are called leaf nodes or terminal nodes. That leaf or terminal nodes does not have any kind of child node. അതിന് ഒരു ചൈൽഡ് നോഡ്സും കാണില്ല. അത് ലീഫ് ആയിരിക്കും. ഏറ്റവും ലാസ്റ്റിൽ എൻഡ് ആകുന്ന എല്ലാ ആൾക്കാരെയും എന്താണ് ലീഫ് അല്ലെങ്കിൽ ടെർമിനൽ നോഡ്സ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് എ ലീഫ് ഈസ് എ നോഡ് വിത്ത് നോ ചൈൽഡ്. എ ലീഫ് ഈസ് എ നോഡ് വിത്ത് നോ ചൈൽഡ്. The degree of a node is 0, then it is a leaf. So, what is a degree? Degree എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് എ നോഡ്. ഒരു നോഡിൻ്റെ എത്ര ചിൽഡ്രൻ ഉണ്ടോ അതാണ് ഡിഗ്രി. ഇഫ് ഐ എം കൺസിഡറിങ് എ ഈസ് ഹാവിങ് ദ ബി ആൻഡ് സി ആസ് 2 children, so they have the degree 2 ആയിരിക്കും. ഇഫ് ഐ എം കൺസിഡറിങ് ബിയുടെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ 1, 2 and 3. 3 children ഉണ്ട്, so 3 ആയിരിക്കും ഡിഗ്രി. Okay, so in a tree the degree of a node is 0, then it is a leaf. So we are actually describing about the leaf. So leaf does not have any child. That means the degree of this particular node I, J, K, D, F and H, its degree is actually 0 ആണ്. Okay, അതിന് കാരണം ഒരു ചിൽഡ്രനും ഇല്ല. In tree data structure, the leaf nodes are also called external nodes എന്നും പറയും. ലീഫ് നോഡ്സിനെ നമ്മൾ എന്തെന്നും വിളിക്കും? അപ്പോൾ ലീഫിന് തന്നെ മൊത്തത്തിൽ 3 നെയിംസ് ആണ്: ലീഫ് നോഡ്, എക്സ്റ്റേണൽ നോഡ് ആൻഡ് എന്താണ് ടെർമിനൽ നോഡ്സ്. 3 പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇന്റേർണൽ നോഡ്സ് ഓർ നോൺ ടെർമിനൽ നോഡ്സ്. In a tree data structure, the node which has at least one child is called as internal node. At least ഒരു ചൈൽഡെങ്കിലും ഉള്ള നോഡുകളെയാണ് നമ്മൾ internal nodes എന്ന് വിളിക്കുന്നത്. That means E is an internal node because it can have 2 children. And G is an internal node because it is having 1 child. D is an internal node because it is having 3 children. In a tree data structure, the node which has at least 1 child is called as internal nodes. Nodes other than leaf nodes are called internal nodes. Leaf nodes അല്ലാത്ത എല്ലാ നോഡ്സിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? Internal nodes എന്ന് വിളിക്കും. അടുത്ത root node is also said to be internal node if the tree has more than 1 node. Root node is also said to be an internal node. നമ്മുടെ root നോഡിനെയും എന്തെന്ന് വിളിക്കും? നമ്മൾ internal nodes എന്ന് വിളിക്കും. എപ്പോഴാണ്? If that root node is having more than 1 node as their child. Root node is also said to be internal node if the tree has more than 1 node. ഒരു ട്രീക്ക് ഒന്നിൽ കൂടുതൽ നോഡ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഇന്റേർണൽ നോഡ്സ് എന്ന് വിളിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇതേപോലെ ഒരൊറ്റ നോഡ് മാത്രമുള്ള ഒരാളാണെങ്കിൽ എനിക്കിതിനെ റൂട്ട് നോഡെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു നോഡിനെ ഇന്റേർണൽ നോഡെന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഈ പറയുന്നൊരു ട്രീ എടുത്താൽ മോർ ദാൻ 1 നമ്പർ ഓഫ് നോഡ്സ് ഇല്ല. ഓക്കെ, ഒരൊറ്റ നോഡേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ റൂട്ട് നോഡ്. ബട്ട് ദിസ് വൺ ഐ ക്യാൻ സേ ദാറ്റ് ഈസ് എ ഇന്റേർണൽ നോഡ് എന്ന് വിളിക്കാം. ബട്ട് ഇവിടെ ഞാൻ ഈ ഒരൊറ്റ ഗ്രാഫിങ്ങിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ആൻ ഇന്റേർണൽ നോഡ്. ദിസ് ഈസ് ജസ്റ്റ് ആൻ റൂട്ട് നോഡ് ആയിരിക്കും. ഓക്കെ, ഇന്റേർണൽ നോഡ്സ് ആർ ഓൾസോ കോൾഡ് നോൺ ടെർമിനൽ നോഡ്സ്. ഇന്റേർണൽ നോഡ്സിനെ നമ്മൾ എന്തെന്നും വിളിക്കും? നോൺ ടെർമിനൽ നോഡ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്രി. Total number of children of a node is called the degree of that node. ഒരു നോഡിൻ്റെ ഡിഗ്രി എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് എ നോഡ്. ഒരു നോഡിന് എത്ര നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ടോ അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഹയസ്റ്റ് ഡിഗ്രി ഓഫ് എ നോഡ്. ഒരു നോഡിന് ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ ആ ട്രീക്കകത്തുള്ള ഏതെങ്കിലും ഒരു നോഡിൻ്റെ
ഹയസ്റ്റ് ഡിഗ്രി ആ ട്രീയിലുള്ള ബാക്കി എല്ലാ നോട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഏത് നോഡിനാണോ ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത് അതായിരിക്കും ആ ട്രീയുടെ ഡിഗ്രി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഞാനിപ്പോൾ എടുക്കുവാണെങ്കിൽ എക്ക് ഡിഗ്രി എന്ന് പറയുന്നത് 2 ഉണ്ട്, ബിക്ക് ഡിഗ്രി 3 ഉണ്ട്, സിക്ക് ഡിഗ്രി 2 ഉണ്ട്, ഇക്ക് ഡിഗ്രി 2 ഉണ്ട്, ജിക്ക് ഡിഗ്രി 1 ഉണ്ട്. ബട്ട് ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഏതാണോ അതാണ് ഈ ട്രീയുടെ, ഈ ഫുൾ ട്രീയുടെ എന്തെന്ന് പറയുക, ഡിഗ്രി എന്ന് പറയാം. ദാറ്റ് മീൻസ് ദ ഡിഗ്രി ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രീ ഈസ് വാട്ട് 3 ആയിരിക്കും. ബിക്കോസ് ബി ഈസ് ഹാവിങ് 3 നമ്പർ ഓഫ് ചിൽഡ്രൻ, സോ ഇറ്റ് ഈസ് ഹാവിങ് 3 ഡിഗ്രി 3 ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ലെവൽ. റൂട്ട് നോഡ് ഈസ് സെറ്റ് ടു ബി അറ്റ് ലെവൽ 0. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഈ ഗ്രാഫിനെ നമ്മൾ ലെവലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് ഈ എ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഇതൊരു ലെവൽ, ഇതൊരു ലെവൽ, ഇതൊരു ലെവൽ, ഇതൊരു ലെവൽ. ഓക്കെ, സോ റൂട്ട് നോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലെവലിനെ നമ്മൾ 0th ലെവൽ എന്നാണ് പറയുന്നത്. സോ റൂട്ട് നോഡ് ഈസ് സെറ്റ് ടു ബി അറ്റ് ലെവൽ 0 ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ദ റൂട്ട് നോഡ് ആർ അറ്റ് ലെവൽ 1 ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ദ നോഡ്സ് വിച്ച് ആർ അറ്റ് ലെവൽ 1. ലെവൽ 1ലുള്ള നോഡ്സിൻ്റെ ചിൽഡ്രനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ലെവൽ 2ൽ. ലെവൽ 2ലുള്ള ആളുടെ ചിൽഡ്രനെ നമ്മൾ ലെവൽ 3 എന്ന് വിളിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈറ്റ്. അപ്പോൾ നോക്കണം, ലെവലും ഹൈറ്റും ഇനി അങ്ങോട്ട് പറയുന്ന ഡെപ്തും തമ്മിൽ മാറിപ്പോയത്. ലെവൽ നമ്മൾ ഇങ്ങനെയാണ് ഹൊറിസോണ്ടലി റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെരുപ്പിൻ്റെ ഹീല് നോക്കുക. ഒരു ചപ്പലിൻ്റെ ഹീലാണെങ്കിൽ താഴ്ന്ന് മുകളിലേക്കാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അല്ലേ, താഴ്ന്ന് മുകളിലേക്ക്. ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മുടെ ചപ്പലിൻ്റെ ഹീൽ ഇരിക്കുക. ഇത് കാലാണെങ്കിൽ ഇത്രയും ഹീലുള്ള. ഓക്കെ, സോ താഴ്ന്ന്, ദാറ്റ് മീൻസ് ബോട്ടം നിന്ന് ടോപ്പിലേക്ക് നിങ്ങൾ അനലൈസ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം ലീഫ് നോഡ് ടു എ പെർട്ടിക്കുലർ നോഡ്. ഇപ്പം ഈ ഒരു ഗ്രാഫിനകത്ത് ബിയുടെ ഹൈറ്റ് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ നോഡ് ബി എന്ന് ചോദിച്ചാൽ, യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി എന്താണ് ലീഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ലീഫിനകത്ത് ഐയിൽ നിന്നും ഇയിലേക്ക് എത്താൻ എഡ്ജ് 1 ആണ്, സോ 1. ഇയിൽ നിന്നും ബിയിലേക്ക് എത്താൻ അടുത്ത എഡ്ജ് യൂസ് ചെയ്ത് 2. ദാറ്റ് മീൻസ് ബിയിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ബോട്ടത്തിൽ നിന്നും ട്രീയുടെ ബോട്ടത്തിൽ നിന്നും ടോപ്പിലേക്ക് എടുത്ത് എത്രയാണ് 2 എഡ്ജസ്. സോ വാട്ട് ഈസ് ദ ഹൈറ്റ് 2 ആയിരിക്കും. ഓക്കെ, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം എ ലീഫ് നോഡ് ടു എ പെർട്ടിക്കുലർ നോഡ് ഇൻ ദ ലോങ്സ്റ്റ് പാത്ത്. ഒരു പാത്താണ് എടുക്കുന്നത്. ബി എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ നോഡിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ലീഫിൽ നിന്നും കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പാത്ത് എടുക്കുന്നു. ആ പാത്തിനകത്ത് വരുന്ന നമ്പർ ഓഫ് എഡ്ജസ്. ഓക്കെ, അതായിരിക്കും ഹൈറ്റ് ഓഫ് ദാറ്റ് നോഡ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം ലീഫ് നോഡ് ടു എ പെർട്ടിക്കുലർ നോഡ് ഇൻ എ ലോങ്സ്റ്റ് പാത്ത് ഈസ് കോൾഡ് ആസ് ഹൈറ്റ് ഓഫ് ദാറ്റ് നോഡ്. നെക്സ്റ്റ് വൺ ഈസ് ഹൈറ്റ് ഓഫ് എ റൂട്ട് നോഡ് ഈസ് സെറ്റ് ടു ബി ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. റൂട്ട് നോഡിൻ്റെ ഹൈറ്റ് എന്താണോ അതാണ് നമ്മുടെ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. So what is the height of this particular tree? So if I am considering just a path from leaf node to our root node, let us consider any path. That means highest path വേണം എടുക്കാനായിട്ട്, ലീഫ് നോഡ് വേണം എടുക്കാൻ. ഈ ലീഫ് നോഡ് ചെന്ന് എടുത്ത് കളയരുത്. ഏറ്റവും താഴെ താഴെ നിൽക്കുന്ന ലാസ്റ്റ് നിൽക്കുന്ന ലെവലിലുള്ള നോഡ് വെച്ചിട്ട് വേണം എന്താണ് ഹൈറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഐ ഇ ബി എ, ദാറ്റ് മീൻസ് 1 2 3 എഡ്ജസ് വരുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രീ? 3 ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഡെപ്ത്. ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം റൂട്ട് നോഡ് ടു എ ലീഫ് നോഡ് ഇൻ ദ ലോങ്സ്റ്റ് പാത്ത്. ഇവിടെ ഞാൻ നേരെ തിരിച്ചാണ് എടുക്കുന്നത് ഡെപ്ത്. റൂട്ടിൽ നിന്നും ആ പെർട്ടിക്കുലർ ലീഫ് നോഡിനകത്തേക്കുള്ള പാത്ത്, ലോങ്ങസ്റ്റ് ഒരു പാത്ത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ദ ട്രീ എന്ന് പറയുക. ലോങ്ങസ്റ്റ് പാത്താണ്. ഈ ടേം നിങ്ങൾ മറക്കരുത്. So the highest depth of any leaf node in a tree is said to be the depth of the tree. Okay, if I am considering root node ന്റെ ഡെപ്ത് എത്രയാണ്? നമ്മൾ എഡ്ജ് ഒന്നും എടുത്തില്ല, നേരെ ഇവിടെ വന്നു. ഓക്കെ, റൂട്ടിൽ നിന്നും ലീഫിലേക്കാണ്. സോ വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ദ റൂട്ട് നോഡ്? ഇറ്റ് ഈസ് 0. വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ദ ബി? എ ബി, അതായത് എയിൽ നിന്നും ബിയിലേക്ക് എടുക്കാൻ ഒരൊറ്റ പാത്ത്, ഒരു എഡ്ജ് എടുത്തോളൂ. സോ the depth is 1 ആയിരിക്കും. What is the depth of I? A to B, ഇപ്പോൾ ഒരു പാത്ത്, B to E, then 2 പാത്ത്, second path E to I, third path. So that means what is the depth of the node I? That is 3 ആയിരിക്കും. So next one is path. Path means നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പാത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോയി. So the sequence of nodes and edges from one node to another node.
if I want to travel from one node to another node, I have to travel through the path. Okay, so the sequence of nodes and edges from one node to another node is called as path between that nodes. The length of the path is the total number of nodes in that node. So if I am considering A to J, I have A, B, E, J. This path is available. And also if I want to travel from A to K, A, C, G, K. This path is also available. So in the path between A and J, how many number of nodes are there? 1, 2, 3. Total including A and J, there are 4 nodes are there. So the length is 4. The length of the path is 4. That means number of nodes present in the path. That is the length of the path. Next one is subtree. Each child from a node forms a subtree recursively. ഓരോ ചൈൽഡും അതിൻ്റെ ഇപ്പം ഒരു റൂട്ട് നോഡ്, ഒരു പാരൻറ്റ് നോഡ് എടുക്കുകയാണെങ്കിൽ ആ പാരൻറ്റ് നോഡിന് വരുന്ന ചിൽഡ്രൻസ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും കാണും റൈറ്റ് സൈഡിലും കാണുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഓരോ സബ്ട്രീസ് എന്ന് വിളിക്കുന്നത്. സോ ഈച്ച് ചൈൽഡ് ഫ്രം എ നോഡ് ഫോംസ് എ സബ്ട്രീ റിക്കേഴ്സീവ്ലി. Every child node will form a subtree on its parent node. See here, if I am considering A, B and C as the children of A, so this whole thing I can divide this as a subtree, and this can also be another subtree. Okay, so when I am considering E is also the child of B, but E is also the parent of I and J. So this is also another subtree. Okay, so ഇത്രയുമാണ് ട്രീ ടെർമിനോളജീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സിലബസിനകത്ത് നമുക്ക് ട്രീ എന്താണെന്നും അതിൻ്റെ ടെർമിനോളജീസും പഠിച്ചു. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദി ബൈനറി ട്രീ. ബൈനറി ട്രീ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.